എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു കേജ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 1140 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു 3 ബെഡ്റൂം വീടിന്റെ പ്ലാൻ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ വീടിന്റെ പ്ലാൻ ഡിസൈൻ ബഡ്ജറ്റ് എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഈ വീടിന്റെ ലിവിംഗ് ഹാൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ലിവിംഗ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ സെറ്റ് അറേഞ്ച് ചെയ്യാം. ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത്. ടി വി യൂണിറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സിമന്റ് ടെക്സ്ചറിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഈ ഡൈനിങ് ഹാളിൽ 6 സീറ്റിന്റെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം. ഡൈനിങ് ഹാളിന്റെ ഇടതുഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന ബെഡ്റൂം. ഈ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഡബിൾ ഡോറിന്റെ ഒരു വാർഡ്രോബ് ഈ റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലും ഡബിൾ ഡോറിന്റെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. മറ്റ് 2 റൂമുകളുടെ സെയിം സൈസിൽ തന്നെയാണ് മൂന്നാമത്തെ ഈ ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഒരു കിച്ചണാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ എൽ ഷേപ്പിൽ മുകളിലും താഴെയുമായിട്ട് കിച്ചൺ ക്യാബിനറ്റ് കൊടുക്കാം. ഈ ഭാഗങ്ങളിലായിട്ട് സ്റ്റവും സിങ്കും അറേഞ്ച് ചെയ്യാം. കൂടാതെ കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജും വെക്കാവുന്നതാണ്. മീഡിയം സൈസിലുള്ള ഒരു വർക്ക് ഏരിയ കിച്ചണിൻ്റെ പുറകുവശത്തായിട്ട് വരുന്നുണ്ട്. ഈ വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവോ വെക്കാവുന്നതാണ്. ഇതാണ് വീടിന്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ്. ഈ വീടിന്റെ ആകെ ഏരിയ വരുന്നത് 1137 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിന്റെ പ്ലാൻ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീടിന്റെ ബഡ്ജറ്റിനെ പറ്റും അതുപോലെ ഈ ഒരു വീട് എങ്ങനെയാണ് പണിയാൻ ഉദ്ദേശിച്ചതെന്ന് നോക്കാം. ഈ വീടിന്റെ ഫൗണ്ടേഷൻ ഒരു 2 അടി ഡെപ്ത്, അതായത് ഒരു 60 സെന്റിമീറ്റർ ഡെപ്തിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുപോലെ ഈ വീടിന്റെ ബേസ്മെന്റ് ഒരു 45 സെന്റിമീറ്റർ, അതായത് ഒരു 1.5 അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ട ആ ഡിസൈനിൽ ഭൂരിഭാഗം സൺഷെയ്ഡുകളും ലിൻഡലുകളും ഒക്കെ ഒരു 7 അടി ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ സ്ലാബ് വരെ വരുന്ന ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 300 സെന്റിമീറ്റർ, അതായത് ഒരു 10 അടി ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വീട് പണിയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് സിമെന്റ് കട്ട ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഒരു വീടിന്റെ കള്ളജനലുകളും കാര്യങ്ങളൊക്കെ മരത്തിലാണ് പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ വീട് പണിയണമെങ്കിൽ നിങ്ങൾക്ക് വാർക്കാതെ വരുന്ന ചെലവെന്ന് വെച്ചാൽ 12.5 ലക്ഷം രൂപയാണ്. ഈ 12.5 ലക്ഷം രൂപയുടെ കൂടെ ഒരു 3 ലക്ഷം രൂപ കൂടി കൂട്ടിയ, അതായത് ഒരു 15.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീടിന്റെ തേപ്പ് വരെയുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാം. കൂടാതെ ഈ ഒരു വീഡിയോയിൽ കണ്ട രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു 6 ലക്ഷം രൂപ കൂടി വേണം. അതായത് ഒരു 21.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഫിനിഷ് ചെയ്യാവുന്നതാണ്.
പക്ഷെ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് ഫൗണ്ടേഷന്റെ ഡെപ്ത് ഒരു 2 അടി, അതുപോലെ ബേസ്മെന്റ് ആയിട്ട് ഒരു 45 സെന്റിമീറ്റർ, അതായത് ഒരു 1.5 അടി ഹൈറ്റിൽ. പിന്നെ ഭൂരിഭാഗം സൺഷെഡിൽ ഇതിന്റെ ഒരു 7 അടിയിൽ തന്നെ ചെയ്യുക. പിന്നെ മെയിൻ സ്ലാബ് വരെയുള്ള ഹൈറ്റ് 10 അടി തന്നെ കൊടുക്കുക. ഇനി 10 അടി എന്നുള്ള 12 അടി കൊടുക്കുക. അതുപോലെ ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂടുക അല്ലെങ്കിൽ ബേസ്മെന്റ് ആയിട്ട് കൂടുകയാണെങ്കിൽ ബഡ്ജറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൽ നിന്ന് വിട്ട് സിമെന്റ് കട്ട എന്നുള്ളത് മാറ്റി വെട്ടുകല്ലോ അല്ലെങ്കിൽ ചൂളക്കട്ട ഉപയോഗിക്കണമെങ്കിൽ അതും ബഡ്ജറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ഇതാണെങ്കിൽ മരത്തിന്റെ കട്ടള ജനലുകൾ എന്നുള്ളത് മാറ്റിയിട്ട് കോൺക്രീറ്റിന്റെ കട്ടള ജനലുകളും ഉപയോഗിക്കുക. ഈ ജനലിന്റെ ഡോറുകളും കാര്യങ്ങളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഈ ഒരു പറഞ്ഞ ബഡ്ജറ്റിനായാലും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ വീട് ഫിനിഷ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങളുടെ വീടുകൾ ഡിസൈൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പണിയുന്നതിനോ വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വരയ്ക്കുന്ന പുതിയ വീടുകളുടെ ഡിസൈനുകൾ കാണാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു. കൂടുതൽ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും ബൈ.